നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആൻഫീൽഡിൽ ഇട്ടും ലിവർപൂളിനെ പരാജയപ്പെടുത്തി PSG. ആദ്യ പാദം പാഗ്ഡസ് പ്രിൻസസിൽ 2-0 ജയിച്ചു. ആൻഫീൽഡിൽ ഇതാ 2-0 ജയിച്ചിരിക്കുന്നു. അഗ്രിഗേറ്റ് 4-0 ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ PSG ലിവർപൂളിനെ തോൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാം പാദത്തിൽ 2 ഗോളുകളും നേടിയത് ഒസ്മാൻ ഡംബലയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചു. ആ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊണ്ടുപോയി ലൂയിസ് എൻട്രിക്കയ്ക്ക് സമർപ്പിക്കുന്നു. എൻട്രിക്ക് അത് വാങ്ങാതെ പോകുന്നൊരു കാഴ്ച. ഏതായാലും വളരെ മനോഹരമായൊരു ജസ്റ്ററായിരുന്നത്. കോച്ചും താരവും തമ്മിലുള്ള ബോണ്ട് അവിടെ വളരെ വ്യക്തമാണ്. ഒസ്മാൻ ഡംബലെ കളിക്ക് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയാമായിരുന്നു ഇവിടുത്തെ കളി വളരെ ഡിഫിക്കൽട്ടായിരിക്കുമെന്ന്. ഏതായാലും അവസാനം വരെ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും, അറിയാമായിരുന്നു. എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ പോരാടിയേ പറ്റൂ. എല്ലാ ഗെയിമുകളും ഞാൻ കളിക്കുന്നത് ടീമിനെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. എൻ്റെ ഏറ്റവും മാക്സിമം PSG വേണ്ടി കൊടുക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത് എന്നുകൂടി ഒസ്മാൻ ഡംബലെ പറഞ്ഞു. മികച്ച പ്രകടനമാണ് താരം ഏതായാലും ഈ കളിയിൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും ലൂയിസ് എൻട്രിക്കയുടെ ടീം ഇതാ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ബയേൺ വരുമോ അതല്ല റയൽ മാഡ്രിഡ് വരുമോ എതിരാളികളായിട്ട്? അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, റിയൽ വേണോ ബയേൺ വേണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എല്ലാ തവണയും ഞാൻ ഒരു ടീമിനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്, 2 ടീമിനെ കൂടി നേരിടാൻ പറ്റൂലല്ലോ. സോ ആർക്കെതിരെയാണെങ്കിലും ഞങ്ങൾക്ക് കളിച്ചേ പറ്റൂ. ഈ കളി ഞാൻ എന്തായാലും പാരീസിലിരുന്ന് ഒരു കോൾഡ് ബിയറൊക്കെ നുണഞ്ഞുകൊണ്ട് ആസ്വദിച്ച് കാണും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ആരാണെങ്കിലും റെഡി എന്നൊരു സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. PSG കഴിഞ്ഞ തവണ UEFA ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടിയവരാണ്. ഇപ്പോൾ ഇതാ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ബാക്ക് ടു ബാക്ക് UCL കിരീടങ്ങൾ ലൂയിസ് എൻട്രിക്കയുടെ PSG നേടുമോ? അതാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുക.